പി സി ജോർജ് പിന്നെയും തന്തയ്ക്ക് വിളിച്ചു. ആരുടെയാണോ ആ വെഞ്ഞാറമൂട് മർഡർ കേസിലെ പ്രതി അഫാന് തന്തയ്ക്ക് വിളിച്ചു. ഇവർ തമ്മിൽ എന്ന ബന്ധം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതല്ലേ തമാശ ഇതിനകത്തെ. പി സി ജോർജ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായി. ഒരു വിധത്തിൽ ന്യായമൊക്കെ പറഞ്ഞ് നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞു പോയി ICU അഡ്മിറ്റായി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആണ്ട്രാ ഈ ചെറുക്കൻ അവിടെ 5 പേരെ കൊന്നു. ഉള്ള മീഡിയക്കാരും ചാനലുകാരും പത്രക്കാരും എല്ലാം അങ്ങോട്ട് പോയി. ഒരു മനുഷ്യൻ പോലും പി സി തിരിഞ്ഞു നോക്കാനില്ല. ഈ ICU കിടന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുക്കാനെന്നോ അല്ലെ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജൂനിയർ റിപ്പോർട്ടർ പോലും വന്നില്ല. പി സി അവിടെ ഒറ്റയ്ക്ക് കിടന്നു മടുത്തു. ഈ ICUവിനകത്ത് കിടന്നിട്ട് അതിലും ഭേദം ജയിലാന്ന് പുള്ളിക്ക് തോന്നിയെന്ന് വരെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു തരാന്നറിയോ? അവിടുത്തെ വലിയ ഡോക്ടർമാരൊന്നുമല്ല. ഞാൻ കോട്ടയംകാരനാണ്. നമ്മുടെ വീടിനടുത്തായ മെഡിക്കൽ കോളേജ്. അവിടെ വാർഡ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. അവരും ഒന്ന് പറഞ്ഞ കാര്യമാണ്. ഈ നിന്ന് ചീത്ത പറയുകയാണ് അവിടെ കൂടെ ഉള്ളവരോട്. ഇവനെ കേൾക്കുന്നേരത്താണ് വരാൻ തോന്നുന്നത്. നമ്മളാരും നോക്കുന്നില്ലോടെ, ഇവിടെ കിടന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് അറിയാതെ മനസ്സിൽ നിന്ന് പുറത്തു വന്നു പോയി. PG ഉണ്ടല്ലോ, ഇനി ആരൊക്കെ ഏതെല്ലാം ശിക്ഷ കൊടുത്താലും ജയിലിലിട്ടാലും DC തന്തയ്ക്ക് വിളിക്കും. അങ്ങനെ ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പം കേട്ടതുള്ളൂ. ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങി പുള്ളി വീണ്ടും വിളിച്ചു പോകും. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. ജാതിയുള്ളത് തൂത്താ പോകത്തില്ല. ഈ കേന്ദ്രമന്ത്രി ആകുന്നിടം വരെ ചെരുപ്പെടുത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിയാണെന്ന് അറിയത്തില്ല. ഇനി ആൾക്കാർ ട്രോൾ ഇറക്കിയതാണോ PC പറഞ്ഞെന്നാണ് കോട്ടയംകാർ പറയുന്നത്. എങ്ങനെയാലും ഞാൻ കേന്ദ്രമന്ത്രിയാവും, ആരുടെ കാല് പിടിച്ചാണെങ്കിലും. ഇനി ആരുടെയാണ് ഈ പിടിക്കാൻ പോകുന്ന കാലം എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇത്തവണത്തെ ആ അറസ്റ്റിൻ്റെ സമയത്തുണ്ടായ കാര്യമുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയതൊക്കെ ശരിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. ഈ TV ചാനലുകാരൊക്കെ ഇത്രയും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോകൾ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വാർത്തകളും ഒത്തിരി പേരെ തന്തയ്ക്ക് വിളിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്ത ഈ മനുഷ്യൻ, ഞാൻ വിചാരിച്ചുള്ളൊരു വലിയ മനുഷ്യനാണ്. ഒരു 50 പേര് തികച്ചില്ലായിരുന്നു BJPയിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷൻ വരെ അങ്ങയുടെ കൂടെ ചെല്ലാനായിട്ട്. പേടിയായിരുന്നു എല്ലാവർക്കും. കാരണം ഇയാളുടെ കൂടെ പോയി കഴിഞ്ഞാലേ അവർക്കൂടെ പെരുദോഷമാവുമെന്ന് അവർക്കറിയാം. സ്വന്തം നാട്ടിൽ നിന്നോ ഈരാറ്റുപേട്ട കോടതിയെന്ന് ഓർത്തോണം, അവിടുന്ന് പോലും കൂടെ ചെല്ലാനായിട്ടൊരു 100 ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. എല്ലാവരും കൈവിട്ടു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്തിനാ PC ഇങ്ങനെ? കടിച്ചതുമില്ല പിടിച്ചതുമില്ല. കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും പോയി, മുസ്ലിങ്ങളുടെ ശത്രുവായി. ഇനി എന്തിനെങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് എന്തായാലും സന്തോഷമായി. ഇയാളെ 14 ദിവസം ഒന്നും റിമാൻഡ് ഇട്ടില്ലെങ്കിലും ഇന്ന് ജാമ്യത്തിൽ വിട്ടെങ്കിലും ഇയാളെ 14 മിനിറ്റെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, അല്ലെ കസ്റ്റഡി വെച്ചല്ലോ, കോടതി വിധിച്ചല്ലോ. കേരള അകത്തുനിന്ന് നമ്മളുടെ മുഖ്യമന്ത്രിയെ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയലും പിടിച്ചുകൊണ്ട് നടന്ന ആളാണ് ഇയാൾ. ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവ് എന്താണെന്നോ? ഇയാളുടെ ആര് പറഞ്ഞു ഈ ആവശ്യമില്ലാത്ത മതവിദ്വേഷമൊക്കെ വിളിച്ചു പറയാനായിട്ട്, മുസ്ലിങ്ങൾക്കെതിരെ പറയാനായിട്ട് നമ്മൾ പറഞ്ഞു? പിന്നെ നമ്മളെന്തിനാ അയാളെ സഹായിക്കുന്നത്? പോയി പണിയാ പോകാൻ പറ. അല്ല തന്നെ പോയി കോടതി പോയി അറ്റൻഡ് ചെയ്യൂ, അവിടെ നിന്ന് ഇറങ്ങിപ്പോരും, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് ഡൽഹിയിലെ BJP ഓഫീസറിൽ നിന്നുള്ള കമൻറ്റ്. ഇയാളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് നേരെ BJP ഓഫീസിലോട്ട് ആ വാരം തള്ളിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ആരും ഇങ്ങനെ വകവെക്കാൻ പോകുന്നില്ല. കയറിയിരിക്കാൻ പോലും പറയത്തില്ല. അതാണ് വരുന്ന ആഴ്ചകളിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം. ഇപ്പോൾ ഏകദേശം ഒരു കാട്ടിലെ സിംഹത്തിൻ്റെ അവസ്ഥയാണ് PCക്ക്. അതായത് ഈരാറ്റുപേട്ട അല്ലെ പൂഞ്ഞാറ് ടെറിട്ടറിയിലെ രാജാവായിരുന്നു അദ്ദേഹം. അവിടുത്തുകാർ അങ്ങനെ പുറത്ത് തള്ളി വിട്ടു, വേറെ നേതാവിനെയൊക്കെ തിരഞ്ഞെടുത്തു. ഇനി അവിടെ നിൽക്കേണ്ട, അതിന് പുറത്ത് പോകണം. പിന്നെ അവിടുത്തെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആർക്കും ഇങ്ങനെ ഇനി വേണ്ട. ഇനി ആ ടെറിട്ടറിയിൽ ആ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും പോയി കിടന്നോളുക. അവിടെ വല്ല കുറുക്കനുമൊക്കെ വന്ന് മാന്തി കുറുനരിയൊക്കെ കഴിച്ചുകൊണ്ട് പോകും പുള്ളിയെ. ശിഷ്ടകാലം വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ അങ്ങേർക്ക് കൊള്ളാം.